ഹായ് എവ്രി വൺ വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ എൻ്റെ പ്രീവിയസ്ലി പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പുതിയ ബേബിയുടെ ബർത്ത് സ്റ്റോറി ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന്. സോ ദിസ് ഈസ് ദാറ്റ് വീഡിയോ. ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആക്ച്വലി ഇറ്റ് ഹാസ് ബീൻ 2 weeks ഓൾറെഡി. പക്ഷേ ഒരു ന്യൂ ബോൺ ഉള്ളത് കൊണ്ട് നമ്മളുടെ പ്ലാൻ അനുസരിച്ച് എല്ലാം ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ദാറ്റ്സ് വൈ ദ ഡിലേ. എനിവേ ബർത്ത് സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ചൊരു ഇൻഫർമേഷൻ തരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ വരെയുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, ലൈക്ക് പ്രീനെറ്റൽ ചെക്കപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ബിക്കോസ് ഐ എം ഷുവർ നിങ്ങൾ പലർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു, ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഗിവിങ് ബർത്ത് ആൻഡ് വേറൊരു സിറ്റിയിലായിരുന്നു ഫസ്റ്റ്, ഇതിപ്പോൾ വേറൊരു സിറ്റിയിലാണ്. പക്ഷേ എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് രണ്ടിടത്തും സെയിം ആയിരുന്നു. പക്ഷേ ഓരോ ക്ലിനിക്ക് അനുസരിച്ച് ഓരോ സിറ്റി അനുസരിച്ച് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് മാറും. സോ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. സോ ഒരു പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് വഴി നമുക്ക് പോവാം ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത്. ഒന്ന്, നമ്മുടെ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു യെല്ലോ സ്ലിപ്പ് എന്ന് പറയും ഇവിടെ, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമ്മൾ ഗൈനക്കോളജിസ്റ്റിലേക്ക്. ചിലപ്പോൾ അവർ തന്നെ കുറച്ച് ഡോക്ടേഴ്സിനെ സജസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഈ സിറ്റിയിലുള്ള ഡോക്ടേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് ഈ ലെറ്ററും കൊണ്ട് ഈ ഒരു പേപ്പറും കൊണ്ട് നമുക്ക് പോവാം. അതല്ല നമുക്ക് ഡയറക്റ്റ്ലിയും ഗൈനക്കോളജിസ്റ്റിനെ ക്ലിനിക്കിലേക്ക് കോൾ ചെയ്തിട്ട് ഒരു പുതിയ പേഷ്യൻസിനെ എടുക്കുന്നുണ്ടെങ്കിൽ ദേ വിൽ അക്സെപ്റ്റ് യു. ചിലപ്പം മാക്സിമം കപ്പാസിറ്റിയിലായിരിക്കുന്നെങ്കിൽ അവർ എടുക്കത്തില്ല ഒബ്വിയസ്ലി. അല്ലെങ്കിൽ ദേ വിൽ അക്സെപ്റ്റ് യു ആൻഡ് ഫസ്റ്റ് ദേ വിൽ ആസ്ക് യു ഫോർ ദ റീസൺ, എന്തിനാണ് ഗൈനക്കോളജി വേണ്ടത്. സോ യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് യു ആർ പ്രഗ്നൻറ്റ് ആൻഡ് അങ്ങനെ നമ്മളെ എടുക്കും. സോ ഈ ഇപ്പം എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ എൻ്റെ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്താണ് പോയത് ആദ്യം. ദെൻ എങ്ങനെയാണ് വേറെ ഡോക്ടറിന് ഗൈനക്കോളജിസ്റ്റൊക്കെ എത്തിയത്. അതിനിപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് വേറെ സിറ്റിയിലാണ് ഞങ്ങളിപ്പം, പക്ഷേ ഈ പുതിയ സിറ്റിയിൽ ഞങ്ങൾക്ക് എനിക്കൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. സോ അങ്ങോട്ടേക്ക് പ്രഗ്നൻ്റ് ആയപ്പം ജസ്റ്റ് ഡയറക്റ്റ്ലി അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. അപ്പം നമ്മുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പ്രീനെറ്റൽ ചെക്കപ്പ് എല്ലാ 4 weeks കൂടുമ്പോഴാണ്. അപ്പം യൂറിൻ ടെസ്റ്റ് ചെയ്യും, സ്കാൻ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ്. ഇപ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ടെസ്റ്റും, പിന്നെ ചിലപ്പം വിസിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ചിലപ്പോൾ കൂടും. ഐ എം നോട്ട് റിയലി ഷുവർ അബൌട്ട് ദാറ്റ്. പക്ഷേ എൻ്റെ കേസിൽ ഇറ്റ് വാസ് ഹൈ റിസ്ക് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാ 4 weeks ആയിരുന്നപ്പോഴായിരുന്നു ടെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. പ്രീനെറ്റൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും പ്രീനെറ്റൽ ചെക്കപ്പ് ഒക്കെ നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ക്ലിനിക്ക് ചെയ്താലും ഇൻ ദി എൻഡ് നമ്മൾ ബർത്ത് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ പോകുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും, ലൈക്ക് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ബർത്തിങ് സെൻറ്റർ, നമ്മുടെ ചോയ്സ് അനുസരിച്ച്. സോ ക്ലിനിക്കിലല്ല അവർ ഡെലിവറി ചെയ്യുന്നത്. ദാറ്റ്സ് മൈ പോയിൻറ്റ്. സോ നമ്മൾ താമസിക്കുന്ന സിറ്റിയിൽ പല ഹോസ്പിറ്റൽസ് കാണും. സോ ഇവർ യൂഷ്വലി വൺസ് എ മന്ത് ഇങ്ങനെ ഇൻഫർമേഷൻ ഈവനിങ് ഫോർ ഫ്യൂച്ചർ പേരൻസ് പറഞ്ഞിട്ടൊക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. സോ അവിടെ പോയിട്ട് നമുക്ക് അവർ പറഞ്ഞു തരും അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പ്രസൻറ്റേഷനും പിന്നെ ഹോസ്പിറ്റൽ ടൂറൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ലൈക്ക് ഞങ്ങൾ ഇവിടുത്തെ ഹനോവർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് പോയത്. അപ്പം അവിടെ പോയപ്പം ആദ്യം കുറച്ച് സംസാരിച്ചു അതിനെ പറ്റിയിട്ട്, പിന്നെ നമുക്ക് ലേബർ റൂം, നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന റൂം, റിക്കവറി റൂം, ഇതൊക്കെ കാണിച്ചു തന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനലി സെലക്ട് ചെയ്തത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു. ഇപ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ നമ്മുടെ ഡോക്ടർ തന്നെ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ നമുക്ക് സജഷൻസ് ചോദിക്കാമെന്ന് വി ക്യാൻ ജസ്റ്റ് പിക്ക്. അപ്പം നമുക്ക് വേണ്ട ഹോസ്പിറ്റൽ ചൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഓൺലൈനിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യും. എൻ്റെ കേസിൽ ഈ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ അന്ന് ഇൻഫർമേഷൻ ഈവനിങ്ങിന് പോയ അന്ന് തന്നെ ഒരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫോം. അത് ഫില്ല് ചെയ്ത് ഞങ്ങൾ സെൻഡ് ചെയ്തു. അത് എല്ലാ ഹോസ്പിറ്റൽസിനും ചിലപ്പം പോസ്റ്റ് വഴി അയക്കണം, ചിലപ്പം ഓൺലൈൻ അയച്ചാൽ മതിയായിരിക്കും. സോ ഞങ്ങൾ പോസ്റ്റ് വഴിയായിരുന്നു അയക്കേണ്ടത്. സോ വി സെൻഡ് ഇറ്റ് ടു ദം. അക്നോളജ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. നമ്മളൊരു 2 months മുന്നേ ഒക്കെ ഇതുപോലെ ഹോസ്പിറ്റൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. എനിവേ, ഇനിയും ബർത്ത് സ്റ്റോറിയിലേക്ക് കിടക്കാം. എൻ്റെ ഡ്യൂ ഡേറ്റ് തന്നിരുന്നത് April 14th ആയിരുന്നു. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് April 10th ഓക്കെ ദിസ് സ്റ്റോറി. April 10th രാവിലെ എണ്ണീറ്റപ്പോൾ തൊട്ട് തന്നെ എനിക്കൊരു പെയിനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മ്യൂക്കസ് പ്ലഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഇഫ് യു ഡോണ്ട് നോ ദാറ്റ് ലുക്ക് ഇറ്റ്. അത് രാവിലെ കണ്ടു ഞാൻ. അപ്പം ഐ ഓൾറെഡി സ്റ്റാർട്ടഡ് പാനിക്കിങ്. എനിക്ക് പാനിക് ചെയ്യാൻ, ഞാൻ ഭയങ്കര പാനിക് ചെയ്യുന്ന ഒരാളാണ്. സോ ഓൾറെഡി എനിക്കിങ്ങനെ ഫീലിംഗ് ലൈക്ക് തുടങ്ങി, ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. ബിക്കോസ് അതിൻ്റെ 1 week മുന്നേ ഇതുപോലെ എനിക്ക് പെയിനൊക്കെ വന്നു, ലൈക്ക് ഒരു ഇൻ്റർവെല്ലിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇൻ ദി എൻഡ് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ദിസ് ടൈം ഇറ്റ് ഫെൽറ്റ് റിയലി റിയൽ, ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളത് ബിക്കോസ് ഓഫ് ദ മ്യൂക്കസ് പ്ലഗ്. അത് കഴിഞ്ഞിട്ട് പെയിൻ ഇങ്ങനെ വരുന്നുമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പെയിൻ ആണെങ്കിൽ ഒരു കറക്റ്റ് ഇത്ര ഫ്രീക്വൻസിയിലല്ല വരുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു 10 minutes ഒരു പെയിൻ വന്നു ആൻഡ് അഗെയിൻ പിന്നെ ഒരു 20 minutes കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ പിന്നെ 30 minutes ആണെങ്കിൽ പിന്നെ അഗെയിൻ 10 minutes കഴിഞ്ഞിട്ടായിരിക്കും. സോ ഇറഗുലർ. അവിടെ നമുക്ക് മനസ്സിലായില്ല ഇതിപ്പോൾ ശരിക്കുള്ളതാണോ അതോ ഫാൾസ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് ആണോ.
ബ്രാക്സ്റ്റൺ ഹിക്സ് കോൺട്രാക്ഷൻസ് ആണോ എന്നൊന്നും നമുക്ക് ഒരു മനസ്സിലായില്ല. ബട്ട് പെയിൻ വരുന്നുണ്ട്, ലൈക്ക് റിയലി ഈ ക്രാംസ് വരത്തില്ലേ, ലൈക്ക് പീരിയഡ് ക്രാംസ് വരുന്ന പോലത്തെ തന്നെ പെയിനൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ കൂടുന്നുമില്ല, ഇതുപോലെ ഇറഗുലറും ആയിരുന്നു. സോ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബട്ട് എനിവേ നമ്മൾ മ്യൂക്കസ് പ്ലഗിലാണ് പിടിച്ചത്. സോ നമ്മൾ എൻ്റെ ഹസ്ബൻഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ ചോദിച്ചു ഇങ്ങനെ പെയിൻ എത്ര ഇതായിട്ട് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചു. ബട്ട് എനിവേ അവർ പറഞ്ഞു ഇങ്ങനെ എന്തായിരുന്നു പറഞ്ഞാൽ 1 hourൽ 5 minutes ഇടവിട്ട് പെയിൻ വരുവാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാൻ അവർ പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. ലൈക്ക് ഐ സെഡ് 10 minutes 20 minutes പിന്നെ 10 minutes ചിലപ്പോൾ 5 minutes ചിലപ്പം 30 minutes അങ്ങനെ മാറി മാറിയായിരുന്നു പെയിൻ. ബട്ട് എനിവേ ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് മിനിറ്റ് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചു. ആൻഡ് ദെൻ ആക്ച്വലി വി ഗോട്ട് ഡ്രസ്സ് വരെയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പെയിൻ ഒന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് റെഗുലറായിട്ട് വരാൻ വേണ്ടിയിട്ട്. വി തോട്ട് വിൽ ജസ്റ്റ് വെയിറ്റ്, ബിക്കോസ് നമ്മൾ അല്ലാണ്ട് പോയാൽ അവർ നമ്മളെ തിരിച്ചയക്കും. ആൻഡ് ഇവിടുന്ന് ഒരു 20 minutes ഡ്രൈവ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ കുറേ സമയം പോയി, നമ്മൾ നമ്മുടെ റെഗുലറായിട്ടുള്ള ഇങ്ങനെ പോയി. പിന്നെ ആഫ്റ്റർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ആഫ്റ്റർനൂൺ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി കുറച്ചുകൂടെ ലേറ്റ് ആവുമായിരിക്കും. പിന്നെ പെയിൻ ഇറഗുലർ ആയിരുന്നെങ്കിൽ പോലും മനസ്സിലറിയാം ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പെയിൻ വന്നുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും റെഡിയായി. ആൻഡ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് ബാക്കിയൊക്കെ പാക്ക് ചെയ്തു, എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ പെയിൻ്റെ കാര്യത്തിൽ അങ്ങോട്ട് ഇറഗുലർ ആയതുകൊണ്ട് പോകാനും പറ്റത്തില്ല, കാരണം ഹോസ്പിറ്റലിൽ അവർ തിരിച്ചു വിടും ആയിട്ടില്ലെങ്കിൽ. സോ ഞങ്ങൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു. പിന്നെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് മൂവ് ചെയ്താൽ, ലൈക്ക് ഇപ്പോൾ കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ ഇത് ഇറഗുലറായിട്ട് വരും. പിന്നെ എണ്ണീറ്റൊന്ന് നടക്കുകയാണെങ്കിൽ ഇച്ചിരി ഇൻറ്റൻസിറ്റി കൂടാൻ തുടങ്ങി പെയിനിൻ്റെ. മനസ്സിലായി ലൈക്ക് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ഇറഗുലർ. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു, ബിക്കോസ് ഗ്രാവിറ്റി അതിൻ്റെ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് ബേബി താഴേക്ക് ഇറങ്ങി വരാനും നല്ല സെർവിക്സ് ഓപ്പൺ ആവുള്ളൂ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞങ്ങളൊരു ആൻറ്റിനേറ്റൽ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൂവ്മെൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ആ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇൻ്റർവെൽ ഇറഗുലർ ആയിരുന്നു, ലൈക്ക് എല്ലാ 10 minutes അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ലൈക്ക് 10 minutes പിന്നെ 30 minutes അങ്ങനെയൊക്കെ ഇറഗുലർ ആയിട്ടായിരുന്നു. പക്ഷേ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ടായിരുന്നു. സോ കുറേ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് റെസ്റ്റ് ചെയ്യാവുന്നു, കാരണം ആ ഒരു ഹോൾ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഐ നീഡ് എനർജി, റൈറ്റ്? സോ ഐ തോട്ട് ഐ റെസ്റ്റ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ റെഡി ആയിരുന്നു ഓൾറെഡി, ബട്ട് ഞാൻ പോയി കുളിച്ചു, കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറി ഞാൻ അങ്ങ് കിടന്നു. കുറച്ച് നേരം അങ്ങനെ കിടന്നു, ഉറങ്ങിയൊക്കെ പോയി. പിന്നെയും അതിനിടയ്ക്കും പെയിൻ വരുമ്പം ഞാൻ ഒരു ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങി എണ്ണീപ്പോഴത്തേക്കും പിന്നെയും ഇറഗുലറാണ്, ബട്ട് പെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലുണ്ട്. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് വരെ വെച്ചു. ഒരു 6 ഒക്കെ കഴിഞ്ഞപ്പോൾ ഡിസൈഡ് ചെയ്തു നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഒരു 7 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അപ്പോൾ അവിടെ മിഡ് വൈഫ്സ് ആണ് നമുക്ക് ഡെലിവറി ചെയ്യുന്നത് കേട്ടോ. ഇപ്പം എന്തെങ്കിലും ഹൈ റിസ്ക് ഒക്കെ ഉണ്ടെങ്കിലാണ് ഗൈനക്കോളജിസ്റ്റ് ഇടപെടുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ അല്ലാണ്ട് മിഡ് വൈഫ്സ് ആണ് നമ്മുടെ. സോ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ എന്നെ എടുത്തു ഉള്ളിലേക്ക്. എന്നിട്ട് 2 മിഡ് വൈഫ്സ് ഉണ്ടായിരുന്നു. അവരെൻ്റെ സെർവിക്സ് ചെക്ക് ചെയ്തപ്പം ഐ വാസ് 4 centimeters ഡയലേറ്റഡ്. അപ്പോൾ അവരെന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ നേരെ എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ആ റൂമിലാണ് പിന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നിടം വരെ കിടക്കുന്നത്. സോ ഈ പോയിന്റിലും മൂവ്മെന്റ് നടക്കുമ്പോൾ ഇന്റൻസിറ്റി കൂടുന്നുണ്ട്, ബട്ട് ഇറ്റ് വാസ് സോ ഇറഗുലർ. പക്ഷേ ഐ വാസ് ഓൾറെഡി 4 centimeters ഡയലേറ്റഡ്. അപ്പം ലേബർ റൂമിൽ എന്നെ ബെഡിൽ കൊണ്ട് കിടത്തി. എൻ്റെ CTG ഒക്കെ ഇത് ചെയ്തു, ലൈക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ്, ബേബിയുടെ ഹാർട്ട് ബീറ്റും നമ്മുടെ യൂട്രൈൻ കോൺട്രാക്ഷൻസും നോക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, അതിലേക്ക് എന്നെ കണക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മിഡ് വൈഫ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞപ്പോൾ വേറെ മിഡ് വൈഫ് വന്നു. ആൻഡ് ഷീ വാസ് പുള്ളിക്കാരിയാണ് എൻ്റെ ഫൈനലി ബേബിനെ പുറത്ത് എടുത്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും, ലൈക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും. ഈ ബേബി ഇത്രയും താഴെ ഇറങ്ങി വന്നുകൊണ്ട് തന്നെ എനിക്ക് അല്ലെങ്കിലും ലാസ്റ്റ് ഫ്യൂ വീക്സ് ഇങ്ങനെ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നും, ബിക്കോസ് നമ്മുടെ ബ്ലാഡറിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ കിടത്തിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എണ്ണീറ്റ് ടോയ്ലറ്റിൽ പോകണം. അപ്പം ഈ മിഡ് വൈഫ് എൻ്റെ കൂടെ വരും. ഷി വുഡ് വെയിറ്റ് ഔട്ട് സൈഡ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ബെഡിൽ കിടന്നിട്ട് എണ്ണിക്കുന്ന സമയത്ത് പെയിൻ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടിയേ, ലൈക്ക് ഇറ്റ് ജസ്റ്റ് കെപ്റ്റ് ഇൻക്രീസിങ്. എന്തെങ്കിലും മൂവ്മെൻറ്റ് ഒന്ന് പൊസിഷൻ മാറിയാൽ ഭയങ്കരമായിട്ട് അങ്ങ് പെയിൻ കൂടും. സോ ഇനി നമ്മൾ എനിവേ ഫ്രീക്വൻസി ഒന്നും നോക്കുന്നില്ല. നമ്മളെ അവിടെ അഡ്മിറ്റ് ചെയ്തു, നമ്മളെ കയറ്റി ലേബർ റൂമിൽ. സോ പുള്ളിക്കാരി എന്നെ അക്കമ്പനി ചെയ്യും ബാത്റൂമിലേക്ക് പോകാൻ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കിടക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും സെർവിക്സ് എത്ര ഡയലേറ്റ് ആയെന്ന്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഷി വാസ് ലൈക്ക് ഒന്ന് എണ്ണീറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. ലൈക്ക് എന്നെ അവിടെ ഒരു ബിഗ് ബാത്ത് ടബ് ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു മേ ബി പെയിൻ മാനേജ് ചെയ്യാൻ, ലൈക്ക് ചൂടുവെള്ളത്തിൽ ഇരിക്കാനും ഈവൻ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലേബർ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് താല്പര്യമില്ലായിരുന്നു, എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനേ തോന്നിയില്ല.
സോ ഐ സെഡ് നോ. പിന്നെ വേറൊരു ഓപ്ഷൻ ഈ താഴേക്ക് ബേബിനെ കൂടുതൽ ഇറക്കാൻ വേണ്ടിയിട്ട് ബർത്തിങ് ബോൾ ഉണ്ട്, ലൈക്ക് ബൗൺസ് ചെയ്യുന്നത്, നമ്മൾ കയറിയിരിക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ബൗൺസ് ഒക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം വെൻ ഷി കെയിം ബാക്ക് ചെക്ക് ചെയ്തപ്പോൾ പിന്നെയും കുറച്ചുകൂടി പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് സെർവിക്സ് ഡയലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഷീസ് ലൈക്ക് യു ഡിഡ് എ ഗുഡ് ജോബ്. അത് കഴിഞ്ഞിട്ട് പെയിൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇറ്റ് സ്റ്റാർട്ട് ഇൻക്രീസിങ് മോർ ആൻഡ് മോർ, ആൻഡ് എൻ്റെ എല്ലാം കിളി പറന്ന് പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി. ആദ്യം എനിക്ക് തന്ന ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ, പെയിൻ മാനേജറുള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഈ പീരിയഡ് ക്രാംസ് വരുമ്പം തരുന്ന മെഡിസിനാണ്. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക്, ലൈക്ക് എനിക്കറിയില്ല, ഇറ്റ് ഡിഡ്ന്റ് ഡു എനിത്തിങ്. ബട്ട് ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ദിസ് ടൈം ഞാൻ ലാഫിങ് ഗ്യാസ് ഉണ്ടല്ലോ അതെടുക്കാമെന്ന്. എൻ്റെ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഞാൻ ഓപ്പിയോയിഡ് ആയിരുന്നു എനിക്ക് തന്നിരുന്നത് IV-യിൽ. ബട്ട് ദിസ് ടൈം ഞാൻ ഉറപ്പായിട്ടും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാഫിങ് ഗ്യാസ്, ബിക്കോസ് ഞാൻ അതിനെപ്പറ്റി കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇറ്റ് ഹെൽപ്സ്. അതുകൊണ്ട് അതായിരുന്നു. ബട്ട് അവർ പറഞ്ഞു 8 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയി കഴിഞ്ഞാൽ ലാഫിങ് ഗ്യാസ് തരാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ അത്രയും നേരം എനിക്ക് അവർ ഈ ഒരു പീരിയഡ് പെയിൻ വരുന്ന ഒരു മരുന്നാണ് IV വഴിയാണ് തരുന്നത്. പിന്നെ എനിക്ക് ഇടയ്ക്ക് ഗ്ലൂക്കോസ് ഒക്കെ ഇട്ടുന്നുണ്ടായിരുന്നു ആ ഒരു എനർജി വരാൻ വേണ്ടിയിട്ട്, ഇൻ ദി എൻഡ് യുനോ ആ ഒരു ബാക്കി പ്രോസസ്സ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. 8 സെൻറ്റിമീറ്റർ ആയപ്പോഴത്തേക്കും അവരെനിക്ക് ലാഫിങ് ഗ്യാസ് കൊണ്ടു തന്നു. പിന്നെ അതൊരു അടിപൊളി അനുഭവമായിരുന്നു. ദ തിങ് ഈസ്, നമ്മൾ ക്രാംസ് കോൺട്രാക്ഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ഇൻഹെയിൽ ചെയ്യണം, ആൻഡ് അപ്പോഴേ ഇൻഹെയിൽ ചെയ്യാവും, അതിന് മുമ്പ് ഇൻഹെയിൽ ചെയ്ത് തുടങ്ങുന്നത്. കോൺട്രാക്ഷൻസ് ആകുമ്പോൾ ഇൻഹെയിൽ ചെയ്യണം, എന്നിട്ട് അതിനകത്ത് തന്നെ എക്സ്ഹെയിൽ ചെയ്യണം. അപ്പോൾ ഞാൻ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻഹെയിൽ ചെയ്തു, നന്നായിട്ട് ഇൻഹെയിൽ ചെയ്തു. എന്നിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഞാൻ കിളി പറഞ്ഞ പോലെ, ലൈക്ക് ഞാൻ വേറെ ഏതോ വേൾഡിലെത്തിയ പോലെ ആയിരുന്നു. എനിക്ക് അവിടെ നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഞാൻ ഇങ്ങനെ പറന്ന് നടക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. സോ ബട്ട് നമ്മുടെ കോൺട്രാക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയും, എന്തായാലും അറിയും, പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മളെ കാം ചെയ്യും. അതാണ് ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ആ പെയിൻ ഫുള്ളി എടുത്ത് കളയുമല്ല, ഇറ്റ് ജസ്റ്റ് കാംസ് യു ഡൗൺ, നമ്മളൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കും. അതാണ് മെയിനായിട്ട് സംഭവിച്ചത്. സോ ഞാൻ ഇതിങ്ങനെ പെയിൻ വരുമ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ എനിക്കിപ്പം ഈ ഒരു പോയിന്റിൽ എനിക്കിനിയും ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല, ബിക്കോസ് ഒത്തിരി പ്രോഗ്രസ് ചെയ്തു. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പം അവർ ചോദിച്ചു കാത്തീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് യൂറിൻ എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. സോ സ്കെയർഡ്, ബിക്കോസ് കാത്തീറ്ററൊക്കെ അവിടെ കൂടെ ഒക്കെ ഇടാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ബട്ട് ഈ ലാഫിങ് ഗ്യാസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായതുകൊണ്ട് എനിക്ക് അറിഞ്ഞില്ല കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും കാര്യം പുതിയതായിട്ട് അവർ ചെയ്യണമെങ്കിൽ നമ്മുടെ കൺസെൻറ്റ് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ കേട്ടോ, അല്ലാണ്ട് അവരുടെ ഇഷ്ടത്തിനെല്ലാം ഒന്നും ചെയ്തൊന്നുമില്ല. എല്ലാ പോയിന്റിലും ദേ വിൽ ആസ്ക് ഡു യു വാണ്ട് ദിസ് ഓർ ഡു യു വാണ്ട് ദാറ്റ്, ഇത് ചെയ്യട്ടെ, ദേ വിൽ ആസ്ക് യു. ബട്ട് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ചുറ്റിനും എന്താ നടക്കുന്നതെന്നൊന്നും ഐഡിയ ഇല്ല. എൻ്റെ ഹസ്ബൻഡ് ദ ഹോൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. എനിവേ എനിക്ക് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും പിന്നെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, എന്താ നടക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഹി സെഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹീസ് ലൈക്ക്, അവരിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു 10 സെൻറ്റിമീറ്റർ ആയെന്ന്. ദെൻ ദേ ആസ്റ്റ് മീ ബെഡിൽ എണ്ണീറ്റ് നിന്ന് ലൈക്ക് സ്ക്വാട്ട് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു, ബിക്കോസ് ബേബി താഴേക്ക് ഇറങ്ങാനുള്ള ടൈമായി ആക്ച്വലി. പക്ഷേ ഞാൻ ഇത് റിയലൈസ് ചെയ്തില്ല കേട്ടോ, ലൈക്ക് ഇറ്റ് വാസ് ടൈം ടു പുഷ് എന്ന് ഞാൻ റിയലൈസ് ചെയ്തില്ല. ഇൻ ദി എൻഡ് എനിക്ക് പറ്റത്തില്ല, എനിക്ക് ആ പൊസിഷൻ മാറണ്ട, എനിക്ക് കട്ടിലിൽ കിടന്നാൽ മാത്രം മതി എന്നുള്ളൊരു ഇതായിരുന്നു. സോ കിടന്നു, ആൻഡ് ടൈം ആയപ്പം ഐ ജസ്റ്റ് പുഷ്ഡ്, ആൻഡ് that was easy. Like I think it just took 4 pushes and the baby was out. So ഇതായിരുന്നു ബർത്ത് സ്റ്റോറി എന്ന് പറയുന്നത്. April 11th ആയി, by the way, I forgot to mention this. April 10th 7 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തി. അത് കഴിഞ്ഞിട്ട് പതിയെ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് 3 AM ശേഷമാണ് ബേബി പുറത്ത് വരുന്നത് ഓൺ April 11th. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് റിയലൈസ് ചെയ്തത് കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ മിസ്സാക്കി. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ലേബർ റൂമിൽ കയറിയതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ പെയിനിന് മെഡിക്കേഷൻ ഒന്നും ചോദിച്ചില്ല. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും, ബിക്കോസ് ഹി വാസ് ദെയർ ദ എൻറ്റയർ ടൈം. അപ്പം ആദ്യം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ കൗണ്ടർ പ്രഷറും മസാജും ഒക്കെയാണ്. അങ്ങനെയാണ് പെയിൻ മാനേജ് ചെയ്തത്. പക്ഷേ ഒരു പോയിന്റിന് ശേഷം ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യത്തില്ലല്ലോ. അതിനുശേഷമാണ് നമ്മൾ മെഡിക്കേഷനിലേക്കൊക്കെ കയറിയത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ 8 സെൻറ്റിമീറ്ററിന് ശേഷം എനിക്ക് ലാഫിങ് ഗ്യാസ് കൊണ്ട് തന്നു. അത് കഴിഞ്ഞിട്ട് നടന്നൊരു സംഭവമാണ് വാട്ടർ ബ്രേക്ക് ആയത്. അതൊരു പോപ്പ് പോലെയായിരുന്നു. എന്നിട്ട് ഐ വാസ് വെറ്റ് എവ്രിവെയർ. അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചെന്തോ ബ്ലീഡ് ചെയ്യാണെന്ന്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി എനിക്ക് പിന്നെ റിയലൈസ് ചെയ്തു അത് വാട്ടർ ബ്രേക്ക് ആയതാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈ ലേബറൊക്കെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ഉണ്ടല്ലോ, ഇറ്റ്സ് ഹോർമോൺ ഓക്സിറ്റോസിൻ. അതിൻ്റെ മെഡിക്കൽ ടേം എനിക്കറിയില്ല, അതെനിക്ക് തന്നായിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് റിമെമ്പർ, ഓർ മേ ബി ചോദിച്ചു കാണില്ലായിരിക്കും ഞാൻ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് മേ ബി അറിയായിരിക്കും. ബട്ട് എനിവേ ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് റൈറ്റ് നൗ. സോ എനിക്ക് ഓക്സിറ്റോസിൻ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത്രയും നേരം എൻ്റെ നേച്ചർ ഓഫ് ദ പെയിൻ എങ്ങനെയായിരുന്നു അത് മാറി വേറെ പോലെയായി. ഭയങ്കര പെയിനായിരുന്നു, ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് ആയിരുന്നു അതിനുശേഷം. സോ മേ ബി തന്നത് ഞാൻ ഗസ് ചെയ്യുകയാണെങ്കിൽ മേ ബി ലേബർ സ്ലോ ആയി കാണുമായിരിക്കും, കോൺട്രാക്ഷൻസ് വീക്കറായി കാണുമായിരിക്കും, ഐ ഡോണ്ട് നോ. ഓർ മേ ബി ബേബിനെ പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരേണ്ട ഇതിലേക്ക് എത്തിക്കാണുമായിരിക്കും. എനി റീസൺ ഇതിലും ആയിരിക്കാം. പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പെയിൻ, എൻ്റെ ദൈവമേ, വാസ് ടു മച്ച്.
അത്രയും നേരം ചെയ്തതിൻ്റെ അതിനെക്കാട്ടിലും ഒരുപാട് പേരുണ്ടായിരുന്നു. സോ ആദ്യം തൊട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം എനിക്ക് ആലോചിക്കാനും കൂടെ വയ്യ. ആദ്യം തൊട്ട് ഇത്രയും പെയിൻ, ഓ മൈ ഗാഡ്. പിന്നെ എപ്പോഴും ഐ തിങ്ക് 10 സെൻറ്റിമീറ്റർ ആയി കാണുമ്പോഴായിരിക്കും എൻ്റെ ലാഫിംഗ് ഗ്യാസ് എടുത്തുകൊണ്ട് പോയി അവർ. ഐ വാസ് റിയലി സാഡ് അബൌട്ട് ദാറ്റ്, ബിക്കോസ് അത്രയും നേരം അതിൻ്റെ ഒരു ബലത്തിലായിരുന്നു ഇരുന്നത്. പെയിൻ അറിയുന്നുണ്ടെങ്കിലും ആ ഒരു ഫീലിങ്ങിൽ എത്തിക്കഴിയുമ്പം നമ്മൾ ആ ഒരു കുറച്ച് നേരത്തേക്ക് അതങ്ങ് മറക്കും. ആ ഒരു ഇതായിരുന്നു. സോ ഇതും കൂടെ പറയണമെന്ന് തോന്നി. ദാറ്റ്സ് വൈ ഐ കെയിം ഇൻ ബിറ്റ്വീൻ ദിസ് വീഡിയോ. സോ ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഞങ്ങൾ റിക്കവർ ചെയ്യുന്ന ഫേസിലാണ്. സോ ഇതായിരുന്നു ഈ ഒരു ബർത്ത് സ്റ്റോറി. ദിസ് ടൈം എക്സ്പീരിയൻസ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ബിക്കോസ് ഓഫ് ദി മെത്തേഡ്. മറ്റേതിൽ ഓപ്പിയോയിഡ് വഴിയാണെങ്കിലും അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി ബോധമില്ല, പക്ഷേ കോൺട്രാക്ഷൻസ് വരുമ്പോൾ എല്ലാം അറിയും. പക്ഷേ ഈ ഒരു കേസിൽ കോൺട്രാക്ഷൻസ് അറിയും, പക്ഷെ നമ്മൾ ഇൻഹെയിൽ ചെയ്ത് നമ്മളങ്ങ് മൈൻഡ് അങ്ങ് റിലാക്സ് ചെയ്യും. നമ്മളിങ്ങനെ മേ ബി ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ആയിരിക്കും, ഐ ഡോണ്ട് നോ, ഞാൻ ഗെസ് ചെയ്യാണ്. ബട്ട് എനിവേ അതൊക്കെ പോട്ടെ. സോ രണ്ടും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്, പക്ഷേ രണ്ടും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒബ്വിയസ്ലി ഞാൻ എപ്പിഡ്യൂറൽ ഒരിക്കലും എടുക്കില്ല, ബിക്കോസ് എനിക്ക് ദ തോട്ട് ഓഫ് ആ ഒരു നീഡിൽ കയറ്റുന്നത് തന്നെ എനിക്ക് ഐ കനോട്ട്. സോ എപ്പിഡ്യൂറൽ എന്തായാലും എടുക്കത്തില്ല എന്ന് അന്നും ഇന്നും ഉറപ്പായിരുന്നു. സോ വേറെ മെത്തേഡ്സ് ആണ്. ലാഫിംഗ് ഗ്യാസിനെ പറ്റി ലൈക്ക് ഐ സെഡ്, എൻ്റെ കൊളീഗ് എൻ്റെ ഒരു പരിചയത്തിലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ദേ ഡിഡ് ദാറ്റ് ആൻഡ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. അതുകൊണ്ട് ലാഫിംഗ് ഗ്യാസ് ആയിരുന്നു. ഇറ്റ് വാസ് എ ഫൺ എക്സ്പീരിയൻസ് വിത്ത് ലാഫിംഗ് ഗ്യാസ് ആക്ച്വലി. പക്ഷേ പെയിൻ വരുമ്പം ഇറ്റ് വാസ് നോട്ട് ഫൺ. ആൻഡ് സോ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു റിക്കവറി റൂമിലേക്ക് കുറച്ച് നേരം പോവും. അത് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന മെയിൻ റൂമിലേക്ക് മാറ്റി. ആൻഡ് ദ ബേബി വാസ് കെപ്റ്റ് എന്താ പറയുക ഒബ്സർവേഷനിലേക്ക് ഫോർ 24 hours. അത് കഴിഞ്ഞിട്ട് ബേബിനെ തിരിച്ച് തന്നു. ആൻഡ് ദെൻ ഐ സ്റ്റേഡ് ദെയർ ഫോർ 2 more nights. സോ ഡെലിവറി ചെയ്ത ആ 10th നൈറ്റും 11th നൈറ്റ് ആൻഡ് 12th നൈറ്റ്. 13th ഡിസ്ചാർജ് ചെയ്തത്, ബിക്കോസ് ബേബിയുടെ ഫസ്റ്റ് ചെക്കപ്പ് ആൻഡ് സെക്കൻഡ് ചെക്കപ്പും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ റിലീസ് ചെയ്യത്തുള്ളൂ. April 13th റിലീസ് ചെയ്തത്. പിന്നെ എന്നെയും ഗൈനക്കോളജിസ്റ്റ് വന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ റിലീസ് ചെയ്തു, ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു ആൻഡ് ജസ്റ്റ് വി ഗോട്ട് ഹോം. അത്രയേ ഉള്ളൂ ബർത്ത് സ്റ്റോറി. I just thought to share it with you. So ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ, just a little story. So thank you for watching and see you next time.